സൂപ്പർ പടം. ലാലേട്ടൻ പൊളിച്ചടുക്കി. ഓ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓ ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇനി ഓഡിയൻസിന്റെ ആ മൂഡിനനുസരിച്ച് ഇത് കണ്ടപ്പോൾ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. ഞാൻ അടിപൊളിയില്ലേ? ലാലേട്ടൻ പൊളിച്ചില്ലേ? ഗംഭീര പടം, നല്ല രസമുണ്ട്, ഭയങ്കര രസമുള്ള മായക്കാഴ്ച. ഒരുപാട് ജനങ്ങളുടെ കൂടെ ഇരുന്നവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ് കാണുമ്പോൾ വളരെയധികം സന്തോഷം. നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. പക്ഷേ അല്ല, ശരിക്കും ആസ്വദിച്ചു. ഇനി ഓഡിയൻസിൻ്റെ ആ മൂഡിനനുസരിച്ച് ഇത് കണ്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഞാൻ നേരത്തെ ഇത് കണ്ടതായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്, പക്ഷേ ഓഡിയൻസിനോടൊപ്പം കണ്ടത് ഒരു വളരെ വ്യത്യസ്ത ഫീലിംഗ് ആയി തന്നെ തോന്നി. സന്തോഷമുണ്ട്, വളരെ സന്തോഷം. നിങ്ങളാണ് പറയേണ്ടത്. വളരെ മനോഹരമായിരുന്നു അനുഭവം. ഒരു മായക്കാഴ്ച. ഒരുപാട് ജനങ്ങളുടെ കൂടെ ഇരുന്നവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ് കാണുമ്പോൾ വളരെയധികം സന്തോഷം. വിചാരിച്ചതിലും ചെയ്തതിലുമൊക്കെ ഗംഭീരമായ റിസൾട്ടാണ് ലിജോ നമുക്ക് തന്നതെന്ന് മനസ്സിലാക്കും. LJP സ്റ്റഫാണത്. LJP പടമാണെന്ന് പ്രതീക്ഷ തന്നെ കാണണം. കൊള്ളാം. Super. I enjoyed it. I mean, being a part of this epic, when I saw it on the big screen with the music and the fans, so good feeling. First time watching film with the fans, and I think you should ask fans how they liked. I loved it. Thank you so much. Happy. സന്തോഷം. സൂപ്പർ പടം. ലാലേട്ടൻ പൊളിച്ചടുക്കി. സൂപ്പർ. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ പൊളിച്ചടുക്കും. പൊളി പടം കൊള്ളാം. ലാലേട്ടനും കൊള്ളാം, അനിയനും കൊള്ളാം, എല്ലാവരും കൊള്ളാം. കിടിലം പടം. നല്ല പടമാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. ലിജോസ് പള്ളിശ്ശേരി മൂവിയാണ്. അടിപൊളിയില്ലേ? ലാലേട്ടൻ പൊളിച്ചില്ലേ? ഇതൊരു തിരിച്ചു വരവെന്നൊക്കെ പറഞ്ഞു. അതെ, താങ്ക് യു. പോട്ടെന്നാ, താങ്ക് യു. നല്ല പടാ, എല്ലാം നല്ലതാണ്. ഒരു LJP ക്ലാസ് പടമാണ്. നല്ല പടമാണ്. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. സോ ലിജോ സാർ ഒരു മാജിക്കാണ്. സോ അതിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനം. സോ ഇത്രയും ഫാൻ ഷോയുടെ കൂടെ തന്നെ പടം കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഗംഭീര പടം, നല്ല രസമുണ്ട്, ഭയങ്കര രസമുള്ള മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ലൊക്കേഷൻസ് നമ്മളധികം കാണാത്ത ലൊക്കേഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. LJP മൂവിയല്ലേ, മേക്കിംഗ് അമേസിങ്. പിന്നെ ലാൽ സാറിൻ്റെ ഫൈറ്റ് ഒരു രക്ഷയില്ല. ഫൈറ്റ്, കോസ്റ്റ്യൂം, ആർട്ട്, എല്ലാ ഏരിയയും ഗംഭീര പടം, സൂപ്പർ. Like theater experience or film experience, filmmaking experience, what? Both. He's a mind-blowing co-actor. I really enjoyed to working with him, and yeah, I'm blessed that I have got chance to work with him. Great cinema. Great cinema. I'm an actor, no, how will I rate the cinema? Go watch and rate the cinema. Good movie. Yeah, that's for sure. ഓ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓ ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വെയിറ്റ് ചെയ്യായിരുന്നു എങ്ങനെ വരും എന്നുള്ളത്. കണ്ടപ്പോൾ വളരെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് എടുത്തത്. അത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര കഷ്ടപ്പെട്ടും തണുപ്പും ചൂടും ഇതൊക്കെ കൊണ്ടെടുത്ത ഒരു സിനിമയാണ്. ഓ അവളെ അടിപൊളിയല്ലേ, അടിപൊളിയായിരുന്നല്ലോ. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. അതിൽ ലാലേട്ടനൊപ്പം ഇത്രയും വലിയ റോള് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. പടം നന്നായിരുന്നു. ഒരു ലിജോ ജോസഫ് പടം അങ്ങനെ എടുത്ത് പറയണ്ട. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്കത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ളുണ്ട് പടം. എനിക്കത് ഇതിൻ്റെ ഒരു ഇതിൽ വർക്ക് ചെയ്തെന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് വളരെ നന്നായിട്ടാണ് അനുഭവപ്പെട്ടത്. ആൾക്കാർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു വർക്ക് അത്രയും നന്നായിട്ട് അധ്വാനിച്ചൊരു വർക്ക് ആളുകൾ ഏറ്റെടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഹാപ്പിയാണ്. എനിക്ക് സാറിൻ്റെ ഈ ലുക്കിനോട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്താ ലുക്ക്, ഇങ്ങനെ ലുക്ക് ചെയ്യുന്ന മലയാള പടത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പടത്തിൽ ആരോ ഉള്ളത് ഇതുപോലെ സാറിനെ പോലെ ഇത്രയും ലുക്കായിട്ട് ഇത് എന്താ എന്ത് സൂപ്പർ പോസ്റ്റല്ലേ. അപ്പോൾ ഈ ലുക്ക് നല്ലതായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു ബനിയൻ അടിക്കുന്നത്. അപ്പോൾ പടം മോശമല്ല, സൂപ്പറായിട്ടുണ്ട്.
മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയാം. കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അൺകൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിഗ്നേച്ചറും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് എപ്പോഴും പടത്തിനുള്ളത്.